ഹായ്, എല്ലാവർക്കും മല്ലു സീരിയൽ റിവ്യൂവിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് മംഗല്യം തന്തുനാനേന എന്ന സീരിയലിൻ്റെ അടുത്തൊരു ഭാഗം നോക്കാം. അപ്പോൾ പ്രണവും ഗൗതമും തമ്മിൽ കയ്യങ്കളി വരെ എത്തിയല്ലോ. അവസാനം പ്രണവ് അനാഥനെന്ന് വിളിച്ചപ്പോൾ ആകെ തകർന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഗൗതം. അതിനുശേഷം ഇറങ്ങി പോകാനൊക്കെ നോക്കി. അങ്ങനെ പാറ ഒരുവിധം പിടിച്ചു നിർത്തിയിരിക്കുകയായിരുന്നു. അങ്ങനെ രാത്രി ഈ ബഹളമൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ നിധി വെള്ളം കുടിക്കാനായിട്ട് എണീക്കുകയാണ്. ആ സമയത്ത് പ്രണവ് ഇറങ്ങി പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ പ്രണവിനെ കണ്ടപ്പോൾ പെട്ടെന്ന് നിധി വിളിച്ച് നിർത്തി. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, എവിടേക്കാണ് ഈ രാത്രി ഇറങ്ങി പോകണേന്ന് ചോദിക്കുമ്പോൾ പ്രണവ് എല്ലാ ദേഷ്യപ്പെടുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അത് നിങ്ങളോട് പറഞ്ഞിട്ട് വേണം പോകാൻ. അപ്പോൾ നിധി ചോദിക്കുന്നുണ്ട്, നീ എന്തിനാ അങ്ങനെ ദേഷ്യപ്പെടുന്നത്? ഗൗതം നിന്നോട് സോറി പറയാനല്ലേ വന്നത്, പിന്നെ നിൻ്റെ ഇഷ്ടത്തിന് വേണ്ടിയിട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറയാനല്ലേ അങ്ങോട്ട് വന്നതെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പ്രണവിൻ്റെ വിചാരം എന്താണെന്ന് വെച്ചാൽ അടിക്കാൻ തന്നെയാണ് വന്നതെന്നാണ് പ്രണവ് വിചാരിച്ചു വെച്ചിരിക്കുന്നത്. അപ്പം നിധി ചോദിക്കണ്ട കേട്ടോ, ഇത് ഇത്ര വലിയ പ്രശ്നമൊന്നും ആയിരുന്നില്ലല്ലോ, ഇതിൻ്റെ പിന്നിൽ എന്താണെന്ന് നിനക്ക് മനസ്സിലായില്ലേ എന്ന് ചോദിക്കുമ്പോൾ പറയേണ്ടത് പ്രണവ്, നിങ്ങളിപ്പോൾ പറഞ്ഞ് അവിടെ തന്നെ വരുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. നിങ്ങൾ പറയണത് ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നം ഓതി വലുതാക്കിയത് ശിവാനിയാണെന്നല്ലേ. എന്നിട്ട് പ്രണവ് വീണ്ടും അപമാനിക്കാൻ തുടങ്ങണം കേട്ടോ. എന്നിട്ട് ചോദിക്കുന്നുണ്ട് രണ്ടുപേരോട്, നിങ്ങൾ എന്താ രണ്ടുപേരും കൂടി ഇങ്ങനെ പണത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ കിടന്ന് ബഹളം വെക്കുന്നത്? നിങ്ങൾ ജനിച്ചത് ഒരു സാധാരണ കുടുംബത്തിലല്ലേ, വളരെ ഇല്ലാത്തൊരു കുടുംബത്തിൽ നിന്ന് ജനിച്ചിട്ടല്ലേ നിങ്ങൾ ഇവിടെ വന്നത്? പിന്നെ ഗൗതമാണെങ്കിൽ എവിടെയോ ജനിച്ചിട്ട് ഇവിടെ വന്നിട്ട് വളർന്നു, എന്നിട്ട് എല്ലാ സ്വത്തും കൂടിയിട്ട് വെട്ടിപ്പിടിക്കാൻ നോക്കുക രണ്ടുപേരും. നിങ്ങൾക്ക് എന്താ നാണാവില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ പറഞ്ഞ് സഹി കേട്ടപ്പോൾ നിധി പ്രണവിനെ അടിക്കാനായിട്ട് കൈയൊങ്ങി, പക്ഷെ അടിച്ചിട്ടില്ല. എന്നിട്ട് നല്ല പോലെ ചീത്ത പറയുന്നുണ്ട് കേട്ടോ പ്രണവിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, നീ വേണ്ട ചെറിയ കുട്ടികളെന്ന് വെച്ച് വെറുതെ വിട്ടപ്പോൾ നീ എന്താ തലയ്ക്ക് പോലെ കയറാൻ നോക്കുക? എനിക്കെന്താ ഞങ്ങളെ കണ്ടിട്ട് അങ്ങനെ തോന്നുന്നുണ്ടോ? രണ്ടുപേർക്ക് സ്വത്തും പണമൊന്നും ഒരു പ്രശ്നമല്ല. ഇപ്പോഴും നിന്നോടുള്ള ഇഷ്ടത്തിൽ മാത്രമാണ് ഞങ്ങൾ സംസാരിക്കാൻ വന്നത്, അല്ലാണ്ട് സ്വത്തും പണം മോഹിച്ചിട്ടല്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ പ്രണവ് പറയുന്നുണ്ട്, ദേഷ്യത്തിൽ പറയുന്നുണ്ട്, നിങ്ങളെ കൊണ്ട് വലിയ ശല്യമായല്ലോ, വീട്ടിലിരിക്കാൻ വയ്യാതെന്ന് പുറത്ത് പോകാൻ ഇറങ്ങി വന്നത്, അപ്പോൾ അതിനും സമ്മതിക്കില്ല എന്നും പറഞ്ഞ് തിരിഞ്ഞിട്ട് സോഫയൊക്കെ ചവിട്ടി അങ്ങോട്ട് ഇട്ടിട്ട് തിരിച്ച് കയറി പോവാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നിധി വീണ്ടും വന്ന് കിടന്നു. പിറ്റേ ദിവസം സാധാരണ പോലെ നമ്മുടെ പാറു കാപ്പി കുടിക്കുന്നുണ്ട്, ബസ്സോടെ ഇരിക്കുന്നുണ്ട്. ആ സമയത്ത് ഗൗതം നിധി നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വർത്തമാനം പറഞ്ഞ് നിൽക്കണേൻ്റെ ഇടയ്ക്ക് ശിവാനി ഓടി ഇറങ്ങി വരുന്നുണ്ട്. ഗൗതം നമ്മുടെ പ്രണവിനെ കാണാനില്ല എന്ന് പറഞ്ഞിട്ട്, പ്രണവ് വീട് വിട്ട് പോയി എന്ന് പറഞ്ഞിട്ട് ബഹളം വയ്ക്കണം കേട്ടോ. അപ്പോൾ എന്താ കാര്യം ചോദിക്കുമ്പോൾ പറയുന്നുണ്ട്, നിധിക്ക് കുറ്റിടുകയാണ്. കുറേ കള്ളക്കരച്ചിലൊക്കെ നടത്തുന്നുണ്ട് അതിൻ്റെ കൂടെ. അപ്പോൾ ചോദിക്കേണ്ടത് എന്താ കാര്യം ചോദിക്കുമ്പോൾ നിധി ഇന്നലെ അടിക്കാൻ കഴിയുമെങ്കിലോ. ആ സമയത്ത് ശിവാനി മുകളിലുണ്ടായിരുന്നു, കറക്റ്റായിട്ട് വീഡിയോ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് മാത്രം കേട്ടോ. അപ്പോൾ നിധിയും ഗൗതമും ഇവിടെ സമാധാനം കൊടുക്കാണ്ടാണ് നമ്മുടെ പ്രണവ് ഇറങ്ങിപ്പോയി എന്ന് വരുത്തി തീർത്തു ശിവാനി. അത് കേൾക്കല്ലേ വേണ്ടു, കൂടെ ഏറ്റി പിടിക്കാനായിട്ട് നമ്മുടെ വസുണ്ട്. ഈ വീഡിയോ കൂടി കണ്ടോട് കൂടിയിട്ട് വസുവിനെ ഒന്നും കൂടി ഇളകിയിട്ടോ. വസു നിധിനെ വല്ലാതെ കുറ്റം പറയാൻ തുടങ്ങിയപ്പോൾ ഗൗതം നിർത്താൻ ചീത്ത പറയുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ആദ്യം എന്താ ഉണ്ടായെന്ന് ഞങ്ങൾ ചോദിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് നിധിയുടെ അടുത്ത് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം നിധി പറയുന്നുണ്ട് കേട്ടോ, ഞാൻ അടിച്ചിട്ടില്ല, അടിക്കാനായിട്ട് കയ്യോങ്ങി എന്നുള്ളത് ശരിയാണ്, പക്ഷേ ഇന്നലെ ഞാൻ ഇങ്ങനെ സംസാരിച്ച കാര്യം അവൻ വല്ലാതെ നമ്മളെ വീണ്ടും അപമാനിച്ചു, അപ്പോൾ ദേഷ്യം സഹിക്കാൻ വയ്യാഞ്ഞിട്ടാണ് ഞാനൊന്ന് കയ്യോങ്ങിയത്, അല്ലാതെ ഞാൻ അവനെ അടിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ പാറു ചോദിക്കുന്നുണ്ട് കേട്ടോ, ശിവാനി നീ എന്തർത്ഥത്തിലാണ് പറയണത്, പ്രണവ് വീട് വിട്ട് പോയിന്ന് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട്, രാത്രി കിടക്കാൻ നേരത്ത് എന്നോട് പ്രണവ് ഭയങ്കര സങ്കടത്തോടെ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ജീവിതം മടുത്തു, ചേട്ടനും ചേച്ചിയും കൂടിയിട്ട് എന്നെ എടുത്തും കൂടിയിട്ട് എന്നെ ജീവിക്കാൻ അനുവദിക്കണില്ല എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു, എന്നെ കൊണ്ട് ഇവിടെ ജീവിക്കാൻ പറ്റില്ല, ഞാൻ എവിടേക്കെങ്കിലും കിടന്നു പോകുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്ന് രാവിലെ എണീറ്റ് നോക്കിയപ്പോൾ പ്രണവിനെ കാണാനുമില്ല. ഇതോടുകൂടി പാറു തളർന്നു പോയി. അങ്ങനെ രണ്ട് വഴിക്ക് നമ്മുടെ വസുവും ശിവാനിയും കൂടി ഒരു വഴിക്ക് തിരഞ്ഞു പോയിട്ടുണ്ട്, പിന്നാലെ നിധിയും ഗൗതമും കൂടി വേറെ വഴിക്കും തിരഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ പ്രണവിനെ. പോകുന്നതിൻ്റെ ഇടയ്ക്ക് ഗൗതം നിധിയുടെ അടുത്ത് പറഞ്ഞിട്ട്, നീ എന്തിനാ ദേഷ്യപ്പെട്ട് അവനെ അടിക്കാനൊക്കെ കഴിയുമെങ്കിൽ, അല്ലെങ്കിൽ 2 ദിവസമായിട്ട് അവൻ്റെ മൂഡ് ശരിയല്ല, ഞാനന്ന് വഴക്ക് പറഞ്ഞതും പിടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, അപ്പോൾ നീ ഇങ്ങനെയൊന്നും ചെയ്യണ്ടായിരുന്നു. ഇപ്പോൾ കണ്ടില്ലേ ശിവാനി നിന്നെ കുറ്റാക്കിയില്ലെന്ന് ചോദിക്കണ്ട കേട്ടോ. നീ എന്തിനാ, അല്ലെങ്കിൽ അവന് നമ്മളെ കണ്ടുകൂടാ, പിന്നെ എന്തിനാ നീ അവൻ്റെ അടുത്ത് പോയിട്ട് തരം പറയുന്നതെന്ന് ചോദിക്കുമ്പോൾ നിധി പറയുന്നുണ്ട്, പാതിരാത്രി നമ്മുടെ പയ്യൻ ഇറങ്ങി പോകുമ്പോൾ ഞാൻ ഒന്നും മിണ്ടാതിരിക്കാൻ പറ്റുമോ എനിക്കെന്ന് ചോദിക്കണ്ട കേട്ടോ. അത് ഞാൻ സമാധാനിപ്പിക്കാൻ വേണ്ടി പോയതാ, പക്ഷെ അവൻ ചെയ്തതോ വീണ്ടും ഗൗതമിനെ അപമാനിക്കാൻ നോക്കി. എന്നിട്ടും ഞാൻ അടിച്ചില്ല, ഞാൻ കൈ ഓങ്ങി മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ ഗൗതം പറയണ്ട കേട്ടോ, ഞാനിപ്പോൾ ആലോചിക്കേണ്ടത് അതല്ല, ഞാനും പ്രണവും കൂടിയിട്ട് വഴക്കുണ്ടാക്കുമ്പോൾ ശിവാനി നടുക്ക് വന്ന് തടുത്തു, പക്ഷേ നീ പ്രണവായിട്ട് വഴക്കിട്ട സമയത്ത് അവളെന്താ ഇത് വീഡിയോ പിടിക്കുക മാത്രം ചെയ്തത്, എന്തുകൊണ്ട് വന്ന് തടുത്തില്ല എന്ന് ചോദിക്കണ്ട കേട്ടോ. അപ്പം അതിലെന്തോ ഒന്നില്ലേ? അപ്പം നിധിയും പറയണ്ട കേട്ടോ, ഉണ്ട്, അതിൽ ഉണ്ട്, എനിക്കും അത് തന്നെയാണ് സംശയം. ഇത്രയും അവള് പ്രണവിനെ സപ്പോർട്ട് ചെയ്യുന്നത് എനിക്ക് വിശ്വസിക്കാൻ പറ്റണില്ല. അവളിതിലെന്തോ പ്ലാനിങ് ചെയ്യുന്നുണ്ട്. രണ്ടുപേർക്ക് ശിവാനിയിൽ സംശയമുണ്ട് കേട്ടോ. ഈ സമയം ശിവാനിയും വസും കൂടിയിട്ട് ഇങ്ങനെ ഓരോ സ്ഥലത്ത് പോകുന്നുണ്ട്, ഓരോരുത്തരോട് ഫോട്ടോ കാട്ടി ചോദിക്കുന്നുണ്ട്, പക്ഷെ എവിടെയും പ്രണവനെ കാണാനില്ല. അപ്പോൾ വസു ഇങ്ങനെ ശിവാൻ്റെ അടുത്ത് പ്രണവനെ കുറ്റം പറയുന്നുണ്ട്, അവൻ എന്താ ബുദ്ധിയില്ലാതെ അങ്ങനെ ഇറങ്ങിപ്പോയി എന്നൊക്കെ ചോദിക്കുമ്പോൾ പറയുന്നുണ്ട് ശിവാനി സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതെന്തിനാ ആൻറ്റി പ്രണവനെ ഇങ്ങനെ കുറ്റം പറയണേ, എല്ലാവരും ആളം വീതം കൈ ഓങ്ങി കഴിഞ്ഞാൽ പ്രണവനെ അതെങ്ങനെ സഹിക്കും, അത് സഹിക്കാൻ കഴിഞ്ഞിട്ടല്ലേ പ്രണവ് ഇറങ്ങിപ്പോയിട്ടുണ്ടാവുക.
എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ജ്യൂസ് കട എത്തിയപ്പോൾ നമ്മുടെ ശിവാനിക്ക് ജ്യൂസ് കുടിക്കണം കേട്ടോ. അപ്പോൾ വാസു ചീത്ത പറയുന്നുണ്ട്, നിനക്ക് എന്താ ഇപ്പോൾ ജ്യൂസ്, ഞാൻ ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാതെ അവിടെ ഇരിക്കുക, പ്രണവിനെ കണ്ടിട്ട് കുടിക്കുള്ളൂ എന്ന് പറഞ്ഞിട്ട്, നിനക്കിപ്പോൾ എന്തിനാ ജ്യൂസ് എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്നാൽ വേണ്ടെങ്കിൽ വേണ്ട ആൻറ്റി, ഞാൻ രാവിലെ മുതലൊന്നും കഴിച്ചില്ലല്ലോ, അപ്പോൾ എനിക്ക് ഭയങ്കര ക്ഷീണം, അതുകൊണ്ട് കുടിക്കാമെന്ന് വിചാരിച്ചതാണെന്നും പറഞ്ഞിട്ട് രണ്ടടി നടക്കും. എന്നിട്ട് വയ്യാത്ത പോലെ അഭിനയിക്കും കേട്ടോ. വീഴാണ പോലെ തോന്നും. ആൻറ്റി പറ്റണില്ല, വെള്ളം വേണം വെള്ളം എന്ന് പറയും. അപ്പോൾ വണ്ടിയിലാണെങ്കിൽ വെള്ളമില്ല. എന്നിട്ട് ജ്യൂസ് മേടിക്കും കേട്ടോ. ജ്യൂസ് മേടിച്ചുകൊണ്ട് പോയി ജ്യൂസ് 2 ഓർഡർ ചെയ്യും. 2 ശിവാനിനെ കുടിക്കേണ്ട. അപ്പോൾ വസുവിന് സംശയമുണ്ട് കേട്ടോ. വസു പറയുന്നുണ്ട്, നിനക്ക് അവനെ കാണാണ്ടായി യാതൊരു ടെൻഷൻ നിൻ്റെ മുഖത്തില്ലല്ലോ, എനിക്ക് നിന്നെ നന്നായിട്ട് അറിയണതല്ലേ, സത്യം പറ, പ്രണവിന് എന്താ പറ്റിയെന്ന് ചോദിക്കും കേട്ടോ. അയ്യോ അല്ല ആൻറ്റി, സത്യമായിട്ടും അല്ല എന്ന് പറഞ്ഞിട്ട് വസുവിനെ വിശ്വസിപ്പിക്കുന്നുണ്ട്. 2 കൂട്ടർ 2 വഴിക്ക് അലഞ്ഞിട്ടും പ്രണവിനെ കുറിച്ചിട്ടൊരു വിവരമില്ല കേട്ടോ. അപ്പോൾ ഓക്കെ, അടുത്തൊരു ഭാഗമായിട്ട് വീണ്ടും വരാം കേട്ടോ.